മഹാശിവരാത്രിക്ക് സാധനയില്ല. ശക്തിപാത്തിൽ പോകുന്നവരെല്ലാം തന്നെ, അല്ലെ യോഗികളെല്ലാം തന്നെ മൗനി അമാവാസ്യ തൊട്ടാണ് ശിവരാത്രിക്കുള്ള സാധന ആരംഭിക്കുന്നത്. നമുക്കും ഇന്റൻസീവായിട്ട് സാധന ചെയ്തു തുടങ്ങാം. ശരിക്കും മൗനി അമാവാസ്യയുടെ പേര് തന്നെ മൗനി എന്ന് വെച്ചാൽ മൗനം പാലിക്കുക. മൗനി അമാവാസ്യ തൊട്ട് ശിവരാത്രി വരെ നമ്മൾ സൈലൻസ്, ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരവും മിണ്ടാതെ സൈലൻസിൽ മാത്രം പോകുന്നു. അങ്ങനെ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ശിവരാത്രിയുടെ കമ്പനം വളരെ വലിയ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് യോഗി തരത്തിൽ പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്, ദീക്ഷയൊക്കെ സ്വീകരിച്ചവരോട്. ഇനിയും നമുക്ക് അത് സാധിച്ചില്ലെങ്കിലും നമുക്ക് ബോധപൂർവം നമ്മുടെ കുണ്ടലിനി ഉയർത്താൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. മൗനി അമാവാസ്യ തൊട്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എണ്ണിക്കുക, 3 മണിക്ക് എണ്ണിക്കുക, ഒരു 3 മണിക്കൂർ നേരം ഓം നമഃ ശിവായ ചാൻറ്റ് ചെയ്യുക, ഒരു നേരം ഫുഡ് കഴിക്കുക, അതും ഈവനിങ് ടൈമിൽ, അതും സ്പൈസി ഒന്നും ചേർക്കാതെ വെജിറ്റബിൾസ്, ഗ്രീൻ സലാഡ്സ് പോലുള്ളതും ചപ്പാത്തി മാത്രം കഴിക്കുക. ഉറങ്ങുന്നത് സാധുക്കൾ കിടന്നുറങ്ങുന്ന പോലെ നിലത്ത് കിടന്നുറങ്ങുക, ഒരു തലാണ പോലും വെക്കാതെ ചെരുപ്പില്ലാതെ നടക്കുക, ഭസ്മം നെറ്റി മുഴുവനും തേക്കുക, നട്ടലിൻ്റെ അവിടെ തേക്കുക. അതേപോലെ തന്നെ ഒന്നിനും, നമ്മുടെ വസ്ത്രധാരണയിൽ ഒന്നിലും കോൺഷ്യസ് ആവാതിരിക്കുക. അങ്ങനെ നമുക്ക് ഇന്റൻസീവായിട്ട് സാധനയിലേക്ക് കടക്കാൻ സാധിക്കണം. നമ്മൾ ഇങ്ങനൊരു ശിവരാത്രിയുടെ കമ്പനം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ നോക്കൂ, നിങ്ങളങ്ങനെ പൂർണ്ണമായിട്ടും അത്രയും ഡെഡിക്കേഷനായിട്ടും സാധന ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒറ്റ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ ജീവമുക്ത സ്ഥിതി എന്ന് അനുഭവിച്ചറിയായിരിക്കും. ഇപ്പൊ നമ്മൾ ഇരുമൂക്കിലൂടെയും ശ്വാസം ഇങ്ങനെ എടുക്കുകയും വിടുകയും പോയിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ നട്ടലിലൂടെ ഇരുന്ന് ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ ബ്രീത്തിങ് എന്ന സംഭവമുണ്ട്. നട്ടലിലൂടെ ഇത് ഇങ്ങനെ എനർജി മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ അടയുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു സ്ഥിതിയിലായിരിക്കും, ഒരു സമാധി സ്ഥിതിയിൽ. മനസ്സില്ലാതാവുന്ന അവസ്ഥ വളരെ മനോഹരമാണ്. അതിനെ നിങ്ങൾക്ക് തന്നെ ബോധപൂർവ്വം നിങ്ങളുടെ കുണ്ടലിനി ഉയർത്താൻ പറ്റുന്ന സൃഷ്ടി ഒരുക്കുന്നുണ്ട് ശിവരാത്രി എന്ന് പറയുന്ന അവസരം. നമ്മൾ അതിനെ പറ്റിയ രീതിയിൽ നമ്മളെ ഒരു തയ്യാറെടുപ്പോട് വെക്കുകയാണെങ്കിൽ നമ്മളിത് നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണ്. നമസ്കാരം.